നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ ദുരന്തത്തിൽ മഞ്ഞും പാറയും ഉൾപ്പെട്ട ലാൻഡ്സ്ലൈഡ് മൂലമുണ്ടായ പെട്ടെന്നുള്ള വെള്ളപ്പാച്ചിലാണ് പ്രധാന ട്രിഗറെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മരണസംഖ്യയും മിസ്സിംഗ് കണക്കുകളും ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാലയത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു മലയുടെ നടുവിലാണ്. ചുറ്റും ഹിമാലയത്തിൻ്റെ കൂറ്റൻ മലകൾ. താഴെ ഒരു നദി ശാന്തമായി ഒഴുകുന്നു. റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നു. ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിലാണ്. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ ശാന്തമായ നദി ഒരു ഭീകരമായ ജലപ്രവാഹമായി മാറിയാൽ വീടുകൾ, പാലങ്ങൾ, റോഡുകൾ, വാഹനങ്ങൾ എല്ലാം വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോയാൽ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ സംഭവിച്ചത് ഏകദേശം ഇത്തരമൊരു ദുരന്തമായിരുന്നു. റാസുവ മേഖലയിലും ബോട്ടെ കാശി നദീതടത്തിലും ഉണ്ടായ അതിശക്തമായ ഫ്ലഡ് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. നിരവധി ആളുകൾ മരിക്കുകയും നൂറുകണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ വെള്ളപ്പൊക്കം എങ്ങനെയാണ് ഉണ്ടായത്? അതറിയണമെങ്കിൽ നമുക്ക് ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് പോകണം. ഹിമാലയം സൗന്ദര്യത്തിന് പിന്നിലെ അപകടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നേപ്പാൾ എന്ന രാജ്യം ഹിമാലയത്തിൻ്റെ മടിയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളിൽ ഒന്നായ ഹിമാലയം നേപ്പാളിൻ്റെ ഭൂമിശാസ്ത്രത്തെ തന്നെ നിർണ്ണയിക്കുന്നു. ആയിരക്കണക്കിന് നദികളും അരുവികളും ഈ മലനിരകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നു. നേപ്പാൾ സർക്കാർ പറയുന്നതനുസരിച്ച് രാജ്യത്ത് ഏകദേശം 6000 നദികളും നദീതടങ്ങളുമുണ്ട്. മൺസൂൺ കാലത്ത് ഇവയിൽ പലതും ശക്തമായ ഒഴുക്കുകളായി മാറുന്നുണ്ട്. സാധാരണ സാഹചര്യത്തിൽ ഇത് ഒരു സ്വാഭാവിക ജലചക്രമാണ്. പക്ഷേ ഹിമാലയത്തിൻ്റെ ഒരു ചെറിയ മാറ്റം സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം താഴേക്ക് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളിൽ പോലും അനുഭവപ്പെടാം. ഇതാണ് ഇപ്പോഴത്തെ ദുരന്തത്തെ മനസ്സിലാക്കാനുള്ള ആദ്യ സൂചന. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതായത് മഞ്ഞും പാറകളും അടങ്ങിയ വലിയൊരു ഭാഗം മലയിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു. അത് താഴെയുള്ള ജലപ്രവാഹത്തെ ശക്തമായി ബാധിക്കുന്നു. വലിയ അളവിൽ മണ്ണും വെള്ളവും പാറകളും ഒരുമിച്ച് താഴേക്ക് പാഞ്ഞെത്തുന്നു. അങ്ങനെ സാധാരണ ഫ്ലഡ് അല്ലാത്ത ഒരു ഫ്ലാഷ് ഫ്ലഡ് രൂപപ്പെടുന്നു. വെള്ളം പതുക്കെ ഉയരുന്ന പ്രളയമല്ല ഇത്. മുന്നറിയിപ്പിന് വളരെ സമയം കുറവുള്ള, പെട്ടെന്നെത്തുന്ന, വളരെ വലിയ ഡിസ്ട്രക്റ്റീവ് പവറുള്ള ഒരു ജലപ്രവാഹമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ സംഭവത്തിൽ റോഡുകളും പാലങ്ങളും വീടുകളും വൈദ്യുത സംവിധാനങ്ങളും ഉൾപ്പെടെ വിവിധ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു. ഒരു നിമിഷം കൊണ്ട് മാറിയ ബോട്ടെ കോശി ഈ വെള്ളപ്പാച്ചിലിൽ ബോട്ടെ കോശി നദിയെയും ബാധിച്ചു. നദിയുടെ ശക്തമായ ഒഴുക്ക് താഴേക്ക് പാഞ്ഞപ്പോൾ തീരത്തുള്ള കെട്ടിടങ്ങൾ അപകടത്തിലായി. പാലങ്ങൾ തകർന്നു. റോഡുകൾ വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോയി. ചില പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത ബന്ധം തന്നെ നഷ്ടപ്പെട്ടു. വൈദ്യുതി സംവിധാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഏകദേശം 430 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ ദുരന്തം ഒരു പ്രളയം മാത്രമായി നിന്നില്ല, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡിസാസ്റ്ററായി അത് മാറി. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ദുരന്തത്തിൻ്റെ കാരണം വെറും സാധാരണ കനത്ത മഴയല്ല, അതല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. മഴ പെയ്യുന്നത് കാത്തിരുന്ന് മുന്നറിയിപ്പ് നൽകാൻ കഴിയാത്ത ഒരു ദുരന്തമായിരിക്കാം ഇത്. അതാണ് ഫ്ലാഷ് ഫ്ലഡിൻ്റെ ഏറ്റവും വലിയ അപകടം. ഒരു മലമുകളിൽ സംഭവിക്കുന്ന ചെറിയൊരു ജിയോളജിക്കൽ ഈവന്റ് താഴെ നദിയിൽ ഒരു വലിയ ദുരന്തമായി മാറാം. എന്തുകൊണ്ട് ഹിമാലയം ഇത്ര അപകടകരം? ഈ ഭൂമിശാസ്ത്രം വളരെ പ്രധാനമാണ്. ഹിമാലയൻ പ്രദേശങ്ങൾ കുത്തനെയുള്ള മലഞ്ചരിവുകളും ആഴമുള്ള താഴ്വരകളും നിറഞ്ഞതാണ്. മണ്ണും പാറകളും പല സ്ഥലങ്ങളിലും വളരെ അസ്ഥിരമാണ്. ശക്തമായ മഴ, മഞ്ഞുരുകൽ, മണ്ണിടിച്ചിൽ, ഭൂചലനം, ഹിമാനികളുടെ മാറ്റങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാം. നേപ്പാൾ സർക്കാർ പോലും ഈ രാജ്യത്തിൻ്റെ കുത്തനെയുള്ള ഭൂപ്രകൃതി, ദുർബലമായ ഭൂഘടന, ശക്തമായ മഴ, വനനശീകരണം, അനിയന്ത്രിത നിർമ്മാണം എന്നിവ ലാൻഡ്സ്കേപ്പ് റിസ്ക് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഹിമാലയം മനോഹരമാണ്, പക്ഷേ അതേസമയം അത് വളരെ ഡൈനാമിക്കായ ഒരു ജിയോളജിക്കൽ സിസ്റ്റം കൂടിയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ എവിടെയാണ് വരുന്നത്?
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനം ഹിമാലയൻ പ്രദേശങ്ങളിൽ മഞ്ഞും ഹിമാനികളും വേഗത്തിൽ മാറുന്നതിനും വികസിക്കുന്നതിനും കാരണമാകുന്നുവെന്ന് പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഹിമാനി ഉരുകുമ്പോൾ അതിൻ്റെ മുന്നിൽ വെള്ളം കെട്ടിക്കിടന്ന് ഒരു തടാകം രൂപപ്പെടാം. ആ തടാകത്തിൻ്റെ സ്വാഭാവിക തടസ്സം തകർന്നാൽ വലിയ അളവിൽ വെള്ളം ഒരുമിച്ച് താഴേക്ക് ഒഴുകും. അപ്പോൾ അതും ഒരു ഫ്ലാഷ് ഫ്ലഡായി മാറാം. ഇനി നമുക്ക് ഈ ദുരന്തത്തിൻ്റെ മനുഷ്യമുഖം നോക്കാം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിന് അപ്പുറം മറ്റൊരു കഥയുണ്ട്. വീടിൻ്റെ വാതിക്കൽ നിന്ന് പെട്ടെന്ന് വെള്ളം കയറുന്നു. ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. ഒരു പാലം തകർന്നാൽ, ഒരു റോഡ് ഒലിച്ചു പോയാൽ ഒരു ഗ്രാമം പുറത്തുള്ള ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടാം. ഇത്തവണത്തെ ദുരന്തത്തിൽ നിരവധി യാത്രക്കാരും വിദേശികളും കാണാതായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. നേപ്പാൾ സർക്കാർ ഇന്ത്യയുടെയും ചൈനയുടെയും സഹായം തേടിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ ഇത് നേപ്പാളിൻ്റെ മാത്രം ദുരന്തമല്ല, ഹിമാലയത്തെ ആശ്രയിക്കുന്ന മുഴുവൻ പ്രദേശത്തിനുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇനി മറ്റൊരു അപകടം കൂടി. പ്രളയം വന്നതോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതാൻ കഴിയില്ല. മലയിൽ വെള്ളം കയറുമ്പോൾ മണ്ണ് അസ്ഥിരമാകും. അത് പുതിയ ലാൻഡ്സ്ലൈഡുകൾക്ക് കാരണമാകും. നദിയിൽ ഡെബ്രിസ് അടിഞ്ഞുകൂടും. മുകളിൽ എവിടെയെങ്കിലും വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തടസ്സം പിന്നീട് തകർന്നാൽ വീണ്ടും വലിയ വെള്ളപ്പാച്ചിലുണ്ടാകാം. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ നദീതടങ്ങളിലുള്ള ജനങ്ങൾക്ക് തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിൽ ജാഗ്രത തുടരുമെന്ന് മുന്നറിയിപ്പുകൾ അറിയിച്ചിട്ടുണ്ട്. നേപ്പാൾ നമ്മളോട് പറയുന്നത് ഒരു വലിയ പാഠമാണ്. നേപ്പാളിൽ ഈ ദുരന്തം നമ്മളോട് ഒരു വലിയ കാര്യം വീണ്ടും വീണ്ടും പറയുന്നു. പ്രകൃതി ദുരന്തങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് പരിചിതമായ രീതിയിൽ വരണമെന്നില്ല. പ്രളയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണയായി കനത്ത മഴയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഹിമാലയത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഹിമാലയം ആയിരക്കണക്കിന് വർഷങ്ങളായി നിൽക്കുന്നു. അതിൻ്റെ മുകളിൽ മഞ്ഞ് വീഴുന്നു, താഴെ നദികൾ ഒഴുകുന്നു, മനുഷ്യർ അതിൻ്റെ താഴ്വരകളിൽ ജീവിക്കുന്നു. പക്ഷേ ഈ ഹിമാലയം നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. പ്രകൃതിയുടെ ശക്തിയെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? നദിയുടെ വഴിയിൽ നഗരം പണിയാം, മലയുടെ അരികിലൂടെ റോഡുകൾ നിർമ്മിക്കാം, ഹിമാനിക്ക് താഴെ മനുഷ്യവാസം സ്ഥാപിക്കാം. പക്ഷേ പ്രകൃതിയുടെ നിയമങ്ങൾ മാറില്ല. വെള്ളത്തിന് അതിൻ്റെ വഴി വേണം, മലയ്ക്ക് അതിൻ്റെ സ്ഥിരത വേണം, നദിക്ക് അതിൻ്റെ ഒഴുക്ക് വേണം. ഇവയെ മറികടന്ന് വികസനം മുന്നോട്ട് പോയാൽ ഒരു ദിവസം പ്രകൃതി അതിൻ്റെ വില ഈടാക്കും. നേപ്പാളിലെ ഈ ദുരന്തം അതിൻ്റെ ഏറ്റവും പുതിയ ഓർമ്മപ്പെടുത്തലാണ്. ഹിമാലയം നിശബ്ദമായി നിൽക്കുന്നുണ്ടെന്ന് തോന്നാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വെറും നേപ്പാളിലെ ഒരു പ്രളയത്തിൻ്റെ കഥയല്ല, ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഹിമാലയത്തിൻ്റെ മുന്നറിയിപ്പാണ്.